ബിൽഡിംഗ് മെറ്റീരിയൽസിന് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോക്കും അതിൻ്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമ്പിൾസും മെയിൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരുന്നു. അപ്പം അതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തന്നെ നമ്മളിപ്പം ക്ലാസ്സിൻ്റെ സ്റ്റോൺ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിലും എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് നോക്കേണ്ടത് ഈ സ്റ്റോണും അതിൻ്റെ യൂസസുമാണ്. അപ്പം നമ്മൾ പലതരത്തിലുള്ള സ്റ്റോണും അതിൻ്റെ യൂസസും എക്സാമിന് തന്നെ നമുക്ക് ചോദിച്ചു വരുന്നതാണ്. അതിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാനിപ്പം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് സ്ലേറ്റാണ്. സ്ലേറ്റ് നമ്മൾ റൂഫിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം റൂഫിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ഏതാണെന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് വരും. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലേറ്റാണ്. പിന്നെ നമ്മൾ റെയിൽവേ ബല്ലാസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഗ്രഗേറ്റ് ഫോർ കോൺക്രീറ്റിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസാൾട്ട് ആൻഡ് ട്രാപ്പാണ് വരിക. അപ്പം ബസാൾട്ടും ട്രാപ്പും ആണ് നമ്മൾ റെയിൽവേ ബല്ലാസ്റ്റിന് വേണ്ടിയിട്ടും അഗ്രഗേറ്റ് ഫോർ കോൺക്രീറ്റും യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ നമ്മളിപ്പം പിയേഴ്സും കോളംസും ഒക്കെ കൊടുക്കാൻ ഗ്രാനൈറ്റ് യൂസ് ചെയ്യും. പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് പറയണില്ലേ, ബ്രിഡ്ജൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് പോലെയുള്ള അങ്ങനത്തെ ആ ഒരു കാര്യത്തിൽ നമ്മൾ പിയേഴ്സ് എന്ന് പറയും. അപ്പം പിയർ വരികയാണെങ്കിലും അതുപോലെ തന്നെ കോളം വരികയാണെങ്കിലും ഒക്കെ നമ്മൾ ഗ്രാനൈറ്റ് യൂസ് ചെയ്യും. അപ്പം ഇതങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് വൺ മാർബിൾ നമ്മൾ കൊടുക്കുന്നത് ഡെക്കറേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം വീട്ടിലൊക്കെ ഡെക്കറേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ മാർബിൾ ചൂസ് ചെയ്യാറുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ മാർബിൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ സ്ലേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഗ്രാനൈറ്റും ട്രാപ്പും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ജസ്റ്റ് എല്ലാം മനസ്സിലാക്കി വെക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കുറേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് പറയുന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൂൾസാണ്. നമുക്ക് സ്റ്റോൺസിൽ തന്നെ ഒരുപാട് ടൂൾസ് പഠിക്കാനുണ്ട്. അതായത് നമ്മളിപ്പം ആ ഒരു സാധനം ഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോണിൽ ചെയ്യണ സമയത്ത് കോൺക്രീറ്റ് എടുത്തിട്ട് വെക്കാനാണെങ്കിലും അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ലെവൽ ചെയ്യാൻ അങ്ങനെ നമ്മൾ ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പം ആ ടൂൾസാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് ടൂളെന്ന് വായിക്കാം. അപ്പം നിങ്ങൾക്ക് ആ സാധനം അറിയുന്നതാണെങ്കിൽ മൈൻഡിലേക്ക് വരണുണ്ടോ നോക്കുക. ടൂൾസ് പറയണത് ട്രവല്, പ്ലം റൂള്, പിന്നെ അതുപോലെ തന്നെ ലൈൻ ആൻഡ് പിന്ന്, സ്പിരിറ്റ് ലെവല്, ട്രൈ സ്ക്വയർ, ഡ്രാഗ്, ഗേജ്, ബൂസ്റ്റർ, സ്കച്ച്, ഗാഡ്, ബ്രിക്ക് ഹാമർ. അപ്പം ഇതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ഉണ്ടാവും. അത്രയും നമുക്ക് സാധനങ്ങൾ എന്താണെന്ന് തന്നെ മൈൻഡിലേക്ക് പിക്ചറോടെ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഓരോന്ന് എന്താണെന്ന് ഞാൻ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാം. ഫസ്റ്റ് വൺ ട്രവലാണ്. ട്രവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ട്രവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സിമെൻറ്റ് മിക്സ് ചെയ്യേണ്ടിയിട്ടൊക്കെ നമ്മൾ കയ്യിൽ അല്ലെങ്കിൽ സിമെൻറ്റ് തേക്കേണ്ടിയിട്ട് ആ ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ. അപ്പം അതിൻ്റെത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ആൻഡ് സ്പ്രെഡിങ് മോട്ടർ. നമുക്ക് ആ ഒരു ടേം മനസ്സിലാക്കാനേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കിത് ഫെമിലിയർ ആയിട്ട് കാണുന്ന സാധനമായിരിക്കും. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് തന്നെ കഴിയണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നോർമലി ഇപ്പം എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെങ്കിൽ അതൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരു സിമെൻറ്റ് എന്തെങ്കിലും രീതിയിൽ ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ മോട്ടാറൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, ട്രവൽ കൊണ്ടാണ്. അപ്പം ട്രവൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വണ്ണ് പ്ലം റൂളാണ്. പ്ലം റൂളിൻ്റെ പിക്ചറാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. പ്ലം റൂൾ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെർട്ടിക്കാലിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഓർ സ്റ്റോൺ വർക്ക്. നമ്മൾ ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ സ്റ്റോൺ വർക്കിൻ്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ പ്ലം റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാധനം
നമ്മളിപ്പം പിക്ചറിൽ കാണുന്നില്ലേ, ഈ ഒരു വെയിറ്റിലുള്ളൊരു സാധനം ഉണ്ടാകും. അത് നമ്മൾ താഴത്തോട്ടേക്ക് ഇട്ടിട്ട് നമ്മൾ ഹൈറ്റിൽ പൊക്കി പിടിക്കും. ഇപ്പം ബ്രിക്കൊക്കെ ഇങ്ങനെ ലേ ചെയ്തതാണെങ്കിൽ നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഈ ബോട്ടം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ വേർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇപ്പം ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാകും വേർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലം റൂളൊക്കെ യൂസ് ചെയ്ത്. അപ്പം ഒന്നുകൂടെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ലൈൻ ആൻഡ് പിന്നാണ്. ലൈൻ ആൻഡ് പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ കറക്റ്റ് അലൈൻമെൻറ്റ് ഓഫ് കോഴ്സസ് ആണ്. അപ്പം അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റ് അലൈൻമെൻറ്റ് ഓഫ് കോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ആൻഡ് പിന്ന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്പിരിറ്റ് ലെവലാണ്. ഇത് പ്ലംബോബോ പോലെ തന്നെ നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. നിങ്ങൾക്കിതിൻ്റെ യൂസേഴ്സും എങ്ങനെയാണ് ആ ഒരു ഹൊറിസോണ്ടൽ സർഫസ് സെറ്റ് ചെയ്യാന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ കണ്ടു, ഇതിൽ ബബിള് കണ്ടോ, ഈ ബബിള് ഇതുപോലെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ഹൊറിസോണ്ടലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പം ടേബിളൊക്കെ വെച്ചിട്ട് ലെവൽ ചെയ്യാനും എല്ലാത്തിനും ഒരുവിധം അങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ സർഫസ് കറക്റ്റ് ക്ലിയർ ആയിട്ട് ലെവലായിട്ട് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ നമ്മൾ സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം നമുക്ക് ഓൾറെഡി അറിയണതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രൈ സ്ക്വയർ ആണ്. ട്രൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ഇങ്ങനെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രൈ സ്ക്വയർ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പിക്ചർ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടോ, നമുക്ക് ഈ മട്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഡ്രാഗ് ആണ്. ടു മേക്ക് എ ലെവൽ സർഫസ്, നമുക്കിപ്പോൾ ഒരു ലെവൽ സർഫസ് ഉണ്ടാക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡ്രാഗ്. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡ്രാഗ് എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഗേജാണ്. ഗേജിൻ്റെത് ടു ഡ്രസ് സ്റ്റോൺ ഫോർ കോർണൈസ്, കോപ്പിംഗ് എക്സെട്ര. നമ്മളിപ്പോൾ കോർണൈസൊക്കെ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ആ ഇതിനൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടിയിട്ട് ആ ഡ്രസ്സ് സ്റ്റോൺ ഫോർ കോർണൈസ്, കോപ്പിംഗ് എക്സെട്ര. നമ്മളിപ്പം കോർണൈസിന് വേണ്ടിയിട്ടും കോപ്പിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ സ്റ്റോൺ ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗേജിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ക്ലിയർ ആവണുണ്ടാവില്ല. കണ്ട്, ഇതാണ് ഗേജിൻ്റെ പിക്ചർ. അപ്പോൾ അതും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് പിക്ചർ വെച്ചിട്ട് വൈഡായിട്ട് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. എന്നാലും ജസ്റ്റ് പറയണതിൻ്റെ കൂട്ടത്തിൽ പിക്ചർ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് വൺ ബൂസ്റ്ററാണ്. ബൂസ്റ്റർ ടു കട്ട് സോഫ്റ്റ് സ്റ്റോൺ ആണ്. നമ്മളിപ്പോൾ സോഫ്റ്റ് സ്റ്റോണിനെ കട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ സ്കച്ച്. സ്കച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് സോഫ്റ്റ് ബ്രിക്ക് ആൻഡ് ഡ്രസ്സിങ് ദ സർഫസ് ഓഫ് ബ്രിക്ക്. സോഫ്റ്റ് ബ്രിക്കിനെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ സർഫസ് ഓഫ് ബ്രിക്കിനെ ഡ്രസ്സ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പം മനസ്സിലാക്കി വെക്കുക, കാരണം ടൂൾസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഭാഗം തന്നെയാണ്, അറിയാണ്ടായി പോകരുത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗാഡ്. ഗാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പ്ലിറ്റ് ദ സ്റ്റോൺ. നമ്മൾ സ്റ്റോണിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗാഡിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നോക്കി വെക്കുക. നെക്സ്റ്റ് വൺ ബ്രിക്ക് ഹാമർ ആണ്. ബ്രിക്ക് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് ദ ബ്രിക്ക് ഇൻ റിക്വയർഡ് ഷേപ്പ്. നമുക്ക് ബ്രിക്കിനെ റിക്വയർഡ് ഷേപ്പിലേക്ക് കട്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രിക്ക് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതിൻ്റെ ഒരു പിക്ചർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മളെ നോർമൽ ഹാമർ പോലെയൊക്കെ തന്നെയാണ്. അപ്പം അതും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോക്കാണ്. അതായത് റോക്ക് ഇപ്പം പല കാരണങ്ങൾ കൊണ്ടും അതിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം. അപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പം അത് എന്തായിട്ടാണ് മാറുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാനുള്ളത് ഗ്രാനൈറ്റിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നീസായിട്ടാണ് മാറുക. പിന്നെ സാൻഡ്സ്റ്റോൺ ആണ്. സാൻഡ്സ്റ്റോണിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാൽ ക്വാർട്സൈറ്റ് ആയിട്ടാണ് മാറുക. അതുപോലെ ലൈംസ്റ്റോൺ വരികയാണെങ്കിൽ നമുക്ക് മാർബിളായിട്ട് മാറും. ഷെയിലാണെങ്കിൽ സ്ലേറ്റ് ആയിട്ട് മാറും. ബസാൾട്ട് ആണെങ്കിൽ ലാറ്ററൈറ്റ് ആയിട്ട് മാറും. അപ്പം അതും മനസ്സിലാക്കി വെക്കുക. എടുക്കുന്ന കൂട്ടത്തിൽ കംപ്ലീറ്റ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം കവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടെസ്റ്റ് ഫോർ സ്റ്റോൺ ആണ്. നമ്മൾ സ്റ്റോണിന് പല രീതിയിലുള്ള ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ടഫ്നെസ് മനസ്സിലാക്കാൻ, ഹാർഡ്നെസ് മനസ്സിലാക്കാൻ, പിന്നെ വെതർ റെസിസ്റ്റൻസ് ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ടെസ്റ്റാണ് സ്റ്റോണിൽ ചെയ്യുന്നത്. അപ്പം ആ ടെസ്റ്റുകളാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ആസിഡ് ടെസ്റ്റ്, അട്രീഷൻ ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, ക്രഷിംഗ് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്, സ്മിത്ത് ടെസ്റ്റ്, ഇമ്പാക്റ്റ് ടെസ്റ്റ്, ഇവയൊക്കെയാണ് ആ ഒരു ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്ലാസ് വൈഡായിട്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് മാക്സിമം ക്ലാസ്സസ് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഈ വീക്കിൽ വേറെ ക്ലാസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇന്നത്തെ ക്ലാസ്സോടെ സ്റ്റോൺ കംപ്ലീറ്റ് മാക്സിമം കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ടോപ്പിക് ഇട്ടിട്ടുള്ളത്. മാക്സിമം നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് കൺഫ്യൂഷനൊന്നും തന്നെ ആവാനില്ല. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ഈ ക്ലാസ് തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ചിട്ട് ക്ലാസ് കേൾക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഈ ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നുകൂടെ ഏതൊക്കെയാണ് ടെസ്റ്റ് എന്ന് പറയാം. ആസിഡ് ടെസ്റ്റ്, അട്രീഷൻ ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, ക്രഷിംഗ് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്, സ്മിത്ത് ടെസ്റ്റ്, ഇമ്പാക്റ്റ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ആസിഡ് ടെസ്റ്റാണ്. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to check the weather resistance of stone or check the presence of calcium carbonate in the stone. നമുക്ക് ആ ഒരു സ്റ്റോണിൻ്റെ വെതർ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് എത്രമാത്രം സ്റ്റോണിലുണ്ട് എന്ന് ചെക്ക് ചെയ്യാനും നമ്മൾ ആസിഡ് ടെസ്റ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ടെസ്റ്റ് ഈസ് യൂഷ്വലി ക്യാരീഡ് ഔട്ട് ഓൺ ദ സാൻഡ്സ്റ്റോൺ. നമ്മൾ യൂഷ്വലി ഈ ടെസ്റ്റ് ക്യാരീഡ് ഔട്ട് ചെയ്യുന്നത് സാൻഡ്സ്റ്റോണിൻ്റെ മേലെയാണ്. അപ്പം അതും മനസ്സിലാക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് നോക്കാനുള്ളത് അട്രീഷൻ ടെസ്റ്റാണ്. അട്രീഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടെസ്റ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് വിയർ ഓഫ് സ്റ്റോൺ വിച്ച് ആർ യൂസ്ഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ. നമ്മളിപ്പം സ്റ്റോണിൻ്റെ തന്നെ വിയർ ഓഫ് സ്റ്റോണ് കണ്ടുപിടിക്കേണ്ടിയിട്ടാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം അതും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് ഹാർഡ്നെസ് ടെസ്റ്റാണ്. ഹാർഡ്നെസ് ടെസ്റ്റ് ടു ഡിറ്റർമിൻ ദ ഹാർഡ്നെസ് ഓഫ് സ്റ്റോണാണ്. നമുക്കിപ്പം സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യുന്നു. അത് ആ പേരിൽ തന്നെ ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കി തന്നെ വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ ക്രഷിംഗ് ടെസ്റ്റാണ്. ക്രഷിംഗ് ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സ്റ്റോണിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അതും മനസ്സിലാക്കി വെക്കുക. ക്രഷിംഗ് ടെസ്റ്റ് വരെയാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റും സ്മിത്ത് ടെസ്റ്റും ഇമ്പാക്റ്റ് ടെസ്റ്റും എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറയാം.
വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ക്വാളിറ്റി ഓഫ് സ്റ്റോൺ. നമ്മൾ സ്റ്റോണിൻ്റെ ക്വാളിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് നോട്ട് എക്സസ് 5% ബൈ വെയ്റ്റ് ആഫ്റ്റർ ഇമ്മേഴ്സ്ഡ് ഇൻ 24 hours ഫോർ എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. നമ്മളിപ്പോൾ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണ് വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് 5% കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എക്സസ് ആവാൻ പാടില്ല. അപ്പം അതാണ് ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിന് വേണ്ട മെയിനായിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് സ്മിത്ത് ടെസ്റ്റ് എന്താണെന്ന് പറയാം. സ്മിത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് സൊല്യൂബിൾ മാറ്റേഴ്സ്. സൊല്യൂബിൾ മാറ്റേഴ്സിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കേണ്ടിയിട്ടാണ് നമ്മൾ സ്മിത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഇമ്പാക്റ്റ് ടെസ്റ്റാണ്. ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫൈൻഡ് ഔട്ട് ദ ടഫ്നെസ് ഓഫ് സ്റ്റോണിൻ്റെ ടഫ്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും ടെസ്റ്റാണ് നമുക്ക് വരുന്നത്. ടെസ്റ്റ് ഓഫ് സ്റ്റോണിൽ ആസിഡ് ടെസ്റ്റ്, അട്രീഷൻ ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, ക്രഷിംഗ് ടെസ്റ്റ്, വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്, സ്മിത്ത് ടെസ്റ്റ്, ഇമ്പാക്റ്റ് ടെസ്റ്റ്. നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു, അത്ര മനസ്സിലാക്കാൻ തന്നെ നമുക്കുള്ളൂ. ടെസ്റ്റിൻ്റെ അപ്പം അത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോണിൻ്റെ തന്നെ ഡ്രസ്സിങ് ആണ്. അപ്പം ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയണ കാര്യം തന്നെയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റോൺ ആഫ്റ്റർ ബീയിങ് ക്വാറിഡ് ആർ ടു ബി കട്ട് ഇൻ ടു സ്യൂട്ടബിൾ സൈസസ് ആൻഡ് വിത്ത് സ്യൂട്ടബിൾ സർഫസസ്. This process is known as dressing of stone. It can be carried out for the following purposes. നമ്മളിപ്പം കോറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോണിന് സ്യൂട്ടബിൾ സൈസസിലേക്കും ആ ഒരു സ്യൂട്ടബിൾ സർഫസോടെ ഫിനിഷോടെ ആക്കുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് എന്തൊക്കെ പേർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് ദ ഡിസൈഡ് അപ്പിയറൻസ് ഫ്രം സ്റ്റോൺ വർക്ക്. നമുക്കിപ്പം കറക്റ്റൊരു ഡിസൈഡ് അപ്പിയറൻസ് കിട്ടേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടു മേക്ക് ദ ട്രാൻസ്പോർട്ട് ഫ്രം കോറി ഈസി ആൻഡ് എക്കണോമിക്കൽ. നമുക്കിപ്പം ആ ഒരു വലിയ കോറി ചെയ്ത പാടുള്ള ആ ഒരു സ്റ്റോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് സൈസിലേക്ക് അത് മാറ്റിയതിന് ശേഷം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് റിക്വയർഡ് സൈസിലേക്ക് മാറ്റിയിട്ടാവുമ്പം അത് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ കുറവായിരിക്കും, അതിൻ്റെ സൈസും അതുപോലെ തന്നെ വ്യത്യാസം വരും. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എക്കണോമിക്കലും ഈസിയും ആവുക. പിന്നെ അതുപോലെ ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ് ഓഫ് സ്റ്റോൺ മേസൺറി. നമുക്ക് നമ്മളെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ആ ഒരു സാധനത്തിന് സ്യൂട്ടാക്കാൻ പറ്റും. എന്തായാലും ആ ഒരു വലിയൊരു റോക്ക് പൊട്ടിച്ച് ആ ഒരിടത്ത സാധനം നമുക്ക് റിക്വയർമെൻറ്റ് ഉണ്ടാവില്ല. അപ്പം അതിനനുസരിച്ച് മാറ്റേണ്ടിയിട്ടും ഈ ഒരു ഡ്രസ്സിങ് ഓഫ് സ്റ്റോണും കട്ടിങ് ഓഫ് സ്റ്റോണും ഹെൽപ്പ് ചെയ്യും. പിന്നെ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലോക്കൽ മെൻ നിയർ കോറി ഹൂ ആർ ട്രെയിൻഡ് ഫോർ സച്ച് ടൈപ്പ് ഓഫ് വർക്ക് എക്സെട്ര. അപ്പോൾ നമുക്ക് ഈ കോറീൻ്റെ അടുത്ത് തന്നെ ആകുമ്പം ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണവരും ആ വർക്കിൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബേഴ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ കിട്ടും. അപ്പം അവരെ വെച്ചിട്ട് നമുക്ക് അതിനൊരു റിക്വയർമെൻറ്റ് നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആ ഒരു സ്റ്റോണിനെ ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു നമുക്ക് ഇത്രയും ഒരു അഡ്വാൻറ്റേജസ് കിട്ടേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ നമ്മൾ ആ ഒരു സൈറ്റിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത്രയാണ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോറി ചെയ്ത ആ ഒരു സ്റ്റോണിനെ നമ്മൾ സ്യൂട്ടബിൾ സൈസസിലേക്ക് അതുപോലെ സ്യൂട്ടബിൾ സർഫസോടെ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പേർപ്പസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു റിക്വയർമെൻറ്റ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളത്. അത് ജസ്റ്റ് ഇൻ വേർഡ്സ് പറഞ്ഞേ ഉള്ളൂ.
അത് വലുതായിട്ട് നോക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബ്ലാസ്റ്റിംഗ് ആണ്. അപ്പം ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ മെറ്റീരിയൽസ് അത് കറക്റ്റായിട്ട് നോക്കുക. കാരണം നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ടേമും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളും അല്ല, പക്ഷേ എക്സാമിന് ചോദിച്ചു വരുന്നതാണ്. അപ്പം അത് കറക്റ്റ് നോക്കി വെക്കുക. ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിറ്റണേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൺട്രിവൻസ് whose explosive initiates that of another. It is in the form of a copper cylinder having diameter and length as 6 mm and 25 mm respectively. It is used when dynamite is used as explosive. Find either by fuse or electric spark. നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈനാമൈറ്റ് എക്സ്പ്ലോസീവായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. ബാക്കിയൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കോപ്പർ സിലിണ്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലെങ്ത്ത് 6 mm പിന്നെ 25 mm റെസ്പെക്റ്റീവ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതാണ്. പക്ഷേ ഇത് മനസ്സിലാക്കി വെക്കുക. കാരണം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ഡൈനാമൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എക്സ്പ്ലോസീവ്സ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കി വെക്കുക. ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് വൈഡായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് എക്സ്പ്ലോസീവ് ഉള്ളത് the blasting powder and dynamite are commonly used as the explosive. പിന്നെ the blasting powder is also known as gun powder. അപ്പം ആ ഒരു ടേം കറക്റ്റ് നോക്കി വെക്കുക. ഈ ബ്ലാസ്റ്റിംഗ് പൗഡർ എന്ന് പറയുന്നതാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റിംഗ് പൗഡറിനെ തന്നെ നമ്മൾ ഗൺ പൗഡർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഗൺ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ബ്ലാസ്റ്റിംഗ് പൗഡർ ഈസ് എ മെക്കാനിക്കൽ മിക്സ്ചർ ഓഫ് ചാർക്കോൾ, സാൾട്ട് പീറ്റ്, അതുപോലെ തന്നെ സൾഫർ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മെക്കാനിക്കൽ മിക്സ്ചറാണ് നമുക്ക് ഈ ബ്ലാസ്റ്റിംഗ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ പ്രൊപ്പോർഷൻ ഓഫ് ചാർക്കോൾ, സാൾട്ട് പീറ്റ് ആൻഡ് സൾഫർ ബൈ വെയ്റ്റ് ആർ 15, 75, 10 റെസ്പെക്റ്റീവ്ലി. ആ ഒരു മിക്സ്ചറിൽ അതിൻ്റെ ആ ഒരു ഓരോ പ്രപ്പോർഷൻസ് വരുന്നത് 15, 75, 10 ആണ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടിയിട്ട് പറയാം കേട്ടോ. നമുക്ക് അറിഞ്ഞിരിക്കുക. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം, അല്ലാണ്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഡൈനാമൈറ്റ് കൺസിസ്റ്റ് ഓഫ് 25% ഓഫ് സാൻഡി എർത്ത് സാച്ചുറേറ്റഡ് വിത്ത് 75% ഓഫ് നൈട്രോഗ്ലിസറിൻ ആൻഡ് ദിസ് പെർസെൻറ്റേജ് കമ്പോസിഷൻ വേരീസ് വിത്ത് ദ നാച്ചർ ഓഫ് വർക്ക്. അപ്പം ഇതിൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് നാച്ചർ ഓഫ് വർക്കിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നതാണെന്നും ഒരു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനാമൈറ്റ് ഹാവ് മോർ സ്കാറ്ററിങ് പവറാണ്. സ്കാറ്ററിങ് പവർ ഡൈനാമൈറ്റിന് കൂടുതലാണ്. അതുപോലെ തന്നെ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ഈസ് ഗൺ കോട്ടൺ. ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഇൻ എ കൂൾ മിക്സ്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. അപ്പോൾ മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൺ കോട്ടൺ ആണ് വരുന്നത്. അപ്പം അത് എക്സാമിന് നമുക്ക് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം എല്ലാവരും കറക്റ്റ് നോക്കി വെക്കുക. മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൺ കോട്ടൺ ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കുക, കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യുക. ആ എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം നോക്കി വെക്കാൻ മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മളിപ്പം ആ ഒരു കോറിയിങ് ബൈ ബ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിപ്പറാണ് പറയുന്നത്. ഡിപ്പർ
ഡിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ക്രിയേറ്റിംഗ് എ ഡ്രിൽ ഹോൾ അപ് ടു റിക്വയർഡ് ഡെപ്ത് വി നീഡ് ഡിപ്പർ ആസ് ഷോൺ ഇൻ ഫിഗർ ബിലോ. നമുക്കിപ്പം ഡ്രിൽ ഹോൾ നമുക്ക് റിക്വയർഡ് ഡെപ്തിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിപ്പർ ആവശ്യമുണ്ട്. അപ്പം ഡിപ്പറിൻ്റെ പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതാണ് ഡിപ്പർ വരുന്നത്. ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ഡെപ്തിൽ ഡ്രിൽ ഹോൾ ചെയ്യേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വണ് ജമ്പറാണ്. ജമ്പേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ബ്ലാസ്റ്റ് ഹോൾ ഇറ്റ് ലുക്ക് ലൈക്ക് ആസ് ബിലോ. നമുക്കിപ്പം ബ്ലാസ്റ്റ് ഹോൾസ് ചെയ്യേണ്ടിയിട്ടാണ് ജമ്പറിൻ്റെ പിക്ചറാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം യൂസ്ഡ് ഫോർ മേക്ക് ബ്ലാസ്റ്റ് ഹോൾസ് ഉണ്ടാക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ജമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ പ്രൈമിങ് നീഡിലാണ്. പ്രൈമിങ് നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ ഹോൾ വെൻ ദ ടാമ്പിങ് ഈസ് ബീയിങ് ഡൺ. നമ്മൾ ടാമ്പിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഹോളിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൈമിങ് നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ ജസ്റ്റ് ടേം മനസ്സിലാക്കി വെക്കുക. പിക്ചർ കാണിക്കുന്നതുകൊണ്ട് പിക്ചർ കൂടെ മൈൻഡിൽ വെച്ചിട്ട് ഒന്ന് ആ സാധനം ഫിക്സ്ഡ് ആക്കി എടുക്കുക മൈൻഡിൽ. നെക്സ്റ്റ് വൺ സ്ക്രാപ്പിംഗ് സ്പൂണാണ്. സ്ക്രാപ്പിംഗ് സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവൽ ഓഫ് ഡസ്റ്റ് ഫ്രം ബ്ലാസ്റ്റ് ഹോൾസ്. നമ്മൾ ബ്ലാസ്റ്റ് ഹോളിൽ ഡസ്റ്റ് റിമൂവ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്രാപ്പിംഗ് സ്പൂൺ. അപ്പം അതും പിക്ചർ നോക്കി വെക്കുക. ഇതാണ് സ്ക്രാപ്പിംഗ് സ്പൂണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടാമ്പിംഗ് ബാറാണ്. ടാമ്പിംഗ് ബാർ ഈസ് യൂസ്ഡ് ടു temp the materials while refilling the blast hole. നമുക്കിപ്പം ബ്ലാസ്റ്റ് ഹോളിൽ നമ്മളിപ്പോൾ മെറ്റീരിയൽ റീഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് മെറ്റീരിയലിൽ നമ്മൾ ടാമ്പ് ചെയ്യേണ്ടിയിട്ട് ആ ഒരു സാധനത്തിന് നമ്മൾ ടാമ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയില്ലേ, ആ ഒരു സാധനം തന്നെ നമ്മളിപ്പം റീഫില്ല് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് കുത്തി നിറച്ച് കൊടുക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടാമ്പിംഗ് ബാറ്. അപ്പം അതും എല്ലാവർക്കും കറക്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ബിൽഡിംഗ് സ്റ്റോണിൽ നമ്മൾ മെയിനായിട്ട് ഇത്ര ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അപ്പം ഇതിലേതെങ്കിലും ടോപ്പിക്ക് നിങ്ങളുടെ അടുത്ത് വിട്ടുപോയെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ക്ലാസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ ഏതെങ്കിലും വിട്ടുപോയ പോർഷൻ വരുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലും നിങ്ങൾക്കിപ്പം ഈ ക്ലാസ്സിൽ തന്നെ എന്തെങ്കിലും വിട്ടുപോയെന്ന് തോന്നുകയാണെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കൂടെ നമുക്ക് ആ ക്ലാസ്സും കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോർഷൻ ആഡ് ചെയ്യാനോ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.